നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ ഇനി എന്തറിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു രംഗത്ത്, ഏതെങ്കിലും ഒരു രംഗത്ത് നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ട് ആകാൻ കഴിയും, അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ആകാൻ കഴിയും എന്ന് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ സെഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ സെഷനിൽ ഫോക്കസ് ചെയ്യുന്നത് അഡ്വാൻസ് സർവേ പൂർത്തീകരിക്കാൻ കഴിയും. നമ്മളിവിടെ പഠിക്കുന്നത് കൺവെൻഷണൽ ആയിട്ട്, ഇപ്പോൾ ഒരു ബിടെക് കഴിഞ്ഞു വരികയാണ്, അല്ലെങ്കിൽ ഡിപ്ലോമോ കഴിഞ്ഞു വരികയാണെങ്കിൽ ആ ശാസ്ത്രത്തില് അടിസ്ഥാനപരമായിട്ടുള്ള നോളജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അടിസ്ഥാനപരമായിട്ടുള്ളത് ഇപ്പൊ ന്യൂട്ടന്റെ തേർഡ് ലോ പറയുന്നത് എന്താണ്? ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് ന്യൂട്ടന്റെ തേർഡ് ലോ, ദാറ്റ് ഈസ് ലോ. പക്ഷെ ആ നിയമത്തെ ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന കോടാനുകോടി യന്ത്രങ്ങളുണ്ട്. ആ യന്ത്രങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പാടില്ലല്ലോ. റോക്കറ്റിന്റെ ടെക്നോളജി എന്താണ്? ബേസിക്കലി റോക്കറ്റിന്റെ ടെക്നോളജി എന്ന് പറയുന്നത് ന്യൂട്ടന്റെ തേർഡ് ലോ, അത് ആസ്പദമാക്കി വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ലോകത്തിലെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയാണ് സ്പേസ് ടെക്നോളജി. അപ്പൊ ന്യൂട്ടന്റെ തേർഡ് ലോ അറിയാവുന്ന ഒരാളിനെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സയന്റിസ്റ്റ് ആയിട്ട് നിയമിക്കാൻ കഴിയുമോ? നെവർ. ഇന്ന് ഈ സൊസൈറ്റിക്ക് വേണ്ടത് സ്പെഷ്യലിസ്റ്റിനെയാണ്. ഒരാൾ ഒരു നട്ട് മാനുഫാക്ചർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്ക്രൂ മാനുഫാക്ചർ ചെയ്യുന്നു, സാധാരണ ഒരു ലേമൻ, ഓർഡിനറി ലേമൻ. ആ സ്ക്രൂവിന്റെ ഫിനിഷും ആ ത്രെഡിന്റെ തമ്മിലുള്ള അകലവും പിച്ചുമല്ല, ഫിനിഷും അല്ല, വളരെ പെർഫെക്റ്റ് ആണെങ്കിൽ the society will come to him and they will wait for his time for getting a product. The whole society will wait for his time. അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ വിദേശത്ത് പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കുന്നത് are you a specialist? Okay, you are a quantity surveyor. Okay, are you a specialist? You are a surveyor. Are you a specialist? In which field you have specialized? നമുക്ക് എന്ത് പറയാൻ കഴിയും? ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് പോകുന്ന ഒരാളുടെ അടുത്ത്, അല്ലെങ്കിൽ ഒരു സർവേയർ ആയിട്ട് പോകുന്ന ഒരാളുടെ അടുത്ത് ചോദിക്കുന്നത് നീ സ്പെഷ്യലിസ്റ്റ് ആണോ? എന്താ സ്പെഷ്യലിസ്റ്റ്? MBBS കഴിഞ്ഞ് വരുന്ന ആൾക്കാർ, ഡോക്ടേഴ്സ് ജനറൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവർക്ക് ഷൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ സ്പെഷ്യലൈസ് ചെയ്യണം. സിവിൽ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഫീൽഡ് ഇന്നൊരു കോമൺ പ്ലാറ്റ്ഫോമാണ്. ആ കോമൺ പ്ലാറ്റ്ഫോമിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്പെഷ്യലൈസ് ചെയ്യണം. സ്പെഷ്യലൈസ് ചെയ്താൽ മാത്രമേ ഇന്ന് ലോകത്തിന്റെ ആവശ്യകത അയാൾക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പൊ ബിടെക് കഴിഞ്ഞ് വരുന്ന ഒരാൾ, ഇപ്പോ എന്താന്ന് വെച്ചാൽ പഴയതുപോലെ സിൻസിയോറിറ്റി ഒന്നും നമ്മുടെ പിന്നീട് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി മെമ്പേഴ്സിനൊന്നും ഇല്ല. എങ്ങനെയെങ്കിലും കോഴ്സ് കഴിഞ്ഞ് ജസ്റ്റ് ആ പ്രോഡക്റ്റ് വെളിയിലിറങ്ങണം. എത്ര പ്രോഡക്റ്റ് വെളിയിറങ്ങി? They are looking on to the quantity, not quality. നമുക്ക് ജഡ്ജ് ചെയ്യാൻ നോക്കും. നമുക്ക് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ എന്താണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നു ഒരു സൈറ്റിലേക്ക്, കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകും. ആ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഫ്രം A to Z we are studying. അവിടെ നടക്കുന്ന എന്താണ് പ്രോസസ്, ആ പ്രോസസ്സിലെ ഒരു എഞ്ചിനീയറുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, ആ പ്രോസസ്സിൽ ഒരു എഞ്ചിനീയറുടെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് അതിൽ ഏത് മേഖലയിൽ എനിക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ ഒക്കും എന്ന് നോക്കുക. ഇതാണ് എൻ്റെ ഇൻട്രൊഡക്ഷൻ. ഞാൻ ജസ്റ്റ് ഒരു പവർ പോയിന്റ് പ്രസന്റേഷനോടുകൂടി ഇന്ന് കൂടുതലായിട്ട് എലാബറേറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ലാൻഡ് സർവേയർ നമുക്ക് വേണം. ലാൻഡ് സർവേയർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? ചെയിൻ കൊണ്ട് അല്ലെങ്കിൽ ടേപ്പ് കൊണ്ട് ഒരു പ്ലോട്ട് അളക്കുന്ന ഒരാളാണ് ലാൻഡ് സർവേയർ. ആ കൺസെപ്റ്റ് പോയി, ആ ഒരു കൺസെപ്റ്റും വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും വിജയിക്കുകയല്ല. കാരണം ഇന്ന് പഴയതുപോലെ 5 സെന്റോ അല്ലെങ്കിൽ 10 സെന്റോ ഒരു വളരെ
വളരെ ഇടുങ്ങിയ ഒരു ചെറിയൊരു ഏരിയ അല്ല ഇന്ന് മെഷർ ചെയ്യുന്നത്. ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ആ പ്രോജക്റ്റിന്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ വൈഡാണ്. മിനിമം സമയത്തിനുള്ളിൽ മാക്സിമം എഫിഷ്യൻസിയിൽ ജോലി ചെയ്യണം. ഇപ്പോ ഒരു പുതിയ റെയിൽവേ ലൈൻ അലൈൻ ചെയ്യണം. അപ്പൊ പണ്ട് ആദ്യമായിട്ട് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ പിന്നീട് റെയിൽവേ ലൈൻ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1800കളുടെ അവസാനത്തിൽ തുടങ്ങിയ സർവേ 5 വർഷം പിടിച്ചു എന്നാണ്. കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ റെയിൽവേ ലൈനിന് വേണ്ടിയിട്ട് സർവേ നടത്തി. 5 വർഷത്തോളം ആ സർവേ നീണ്ടു നിന്നു എന്നാണ്. ഇന്ന് നമ്മളൊരു പ്രോജക്റ്റിൽ സർവേ ചെയ്യാൻ പോകുമ്പോൾ ഒരു ചെറിയ പ്രോജക്റ്റ് അറൗണ്ട് ഒരു 100 കിലോമീറ്റർ റെയിൽവേ ലൈൻ അതിന്റെ പുതിയ ലൈൻ ഇടുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു സർവേ ചെയ്യുകയാണ്. ഇന്നൊരു 5 വർഷം സർവേ ചെയ്യും എന്ന് പറഞ്ഞാൽ ആ പ്രോജക്റ്റ് ഡിസ്ക്വാളിഫൈഡ് ആണ്. ആ പ്രോജക്റ്റ് ക്വാളിഫൈ ഇല്ല. ഇന്ന് അവർ ചോദിക്കുന്നത് നാളെ നിങ്ങൾക്ക് നൽകാൻ സാധിക്കുമോ ദിസ് ഇൻഫർമേഷൻ അബൌട്ട് ദി ലാൻഡ്, അബൌട്ട് ദി പ്രൊഫൈൽ, അബൌട്ട് ദി ടോപ്പോഗ്രാഫി ഓഫ് ലാൻഡ് തരാൻ പറ്റുമോ? അപ്പൊ അത്ര മോസ്റ്റ് മോഡേൺ ആയിട്ട് നമ്മുടെ വർക്കും അതിന്റെ സ്പീഡും പോവുക. അപ്പൊ സ്പീഡിനൊപ്പം തന്നെ ഡാറ്റ കളക്ഷൻ വളരെ എഫിഷ്യന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് വളരെ വേഗതയിൽ ഒരു വിഷ്വൽ എഫക്റ്റോട് കൂടി കൊടുക്കാൻ കഴിയുന്ന എക്യുപ്മെന്റ് ആണ്. അപ്പൊ ആ എക്യുപ്മെന്റ് എല്ലാം വന്നിട്ട് വർഷങ്ങൾ കുറേയായി. ടോട്ടൽ സെഷൻ എന്ന് പറയുന്ന എക്യുപ്മെന്റ് 1982 എക്യുപ്മെന്റ് വരുന്നത്, മാർക്കറ്റിൽ വരുന്നത്. അന്ന് ഈ എക്യുപ്മെന്റിന്റെ പേരെന്ന് പറയുന്നത് ഇലക്ട്രോണിക് ടാക്യോമീറ്റർ എന്നായിരുന്നു. HP എന്ന് പറഞ്ഞൊരു കമ്പനി നിങ്ങൾ കേട്ടിട്ടില്ലേ, ഹ്യൂലറ്റ് ആൻഡ് പക്കാർഡ്. ആ കമ്പനിയാണ് ആ എക്യുപ്മെന്റ് ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ള പേര് നൽകിയത്. 1982 വന്ന എക്യുപ്മെന്റ് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ വന്നപ്പോഴത്തേക്കും 2000-ഓളമായി. ആ നൂറ്റാണ്ടിന്റെ അവസാനമായി. ഇപ്പൊ നമ്മുടെ നാട്ടില് വിദേശ രാജ്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ടോട്ടൽ സ്റ്റേഷൻ സർവേസ് നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിരുന്ന കൺവെൻഷണൽ കൺസെപ്റ്റിനെ പാടെ മാറ്റിക്കൊണ്ട് ടോട്ടൽ സ്റ്റേഷൻ റീപ്ലേസ്മെന്റ് വന്നു. ടോട്ടൽ സ്റ്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ടോട്ടൽ സ്റ്റേഷന് ആള് വേണം, 2 പേര് വേണം. ഒരാള് പ്രിസം പിടിക്കാൻ വേണം, ഒരാള് ടോട്ടൽ സ്റ്റേഷൻ സെറ്റ് ചെയ്യാൻ വേണം, എക്യുപ്മെന്റ് വെച്ച് നോക്കണം, എക്യുപ്മെന്റിന് ടാർഗറ്റ് പോയിന്റ് കാണാൻ പറ്റണം, ഇന്റർവിസിബിലിറ്റി ഇല്ല. അപ്പൊ പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സസ് ഏറ്റവും കുറയ്ക്കുന്നതാണ് വർക്കിന്റെ ഔട്ട്പുട്ട് കൂട്ടാൻ ഏറ്റവും സഹായമാകുന്നത്. അപ്പൊ ടോട്ടൽ സ്റ്റേഷൻ ഒരാളായി. ടോട്ടൽ സ്റ്റേഷൻ സർവേയർ തന്നെയാണ് ടോട്ടൽ സ്റ്റേഷൻ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അയാൾ പ്രിസവുമായിട്ട് മൂവ് ചെയ്യാണ്. പ്രിസം മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ടോട്ടൽ സ്റ്റേഷൻ ഓട്ടോമാറ്റിക്കലി ആ സർവേയർ എങ്ങോട്ട് പോകുന്നുണ്ടോ ആ ഡയറക്ഷനിൽ നോക്കുകയും സർവേയർ എവിടെ കൊണ്ടുവന്ന് പ്രിസം വെക്കുന്നോ ആ പോയിന്റിൽ സർവേയർ ഒരു കമാൻഡ് അവിടെ കൊടുക്കുമ്പോൾ ചെറിയൊരു കൺട്രോൾ ഉണ്ടാവും. ആ കൺട്രോൾ ചെറിയൊരു റേഡിയോ കൺട്രോൾ ആ കൊടുക്കുമ്പോഴത്തേക്കും ആ ടോട്ടൽ സ്റ്റേഷൻ മെഷർമെന്റ് എടുക്കുകയും ആ മെഷർമെന്റ് റേഡിയോ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് സർവേയർക്ക് പാസ് ചെയ്യുകയും ചെയ്യും. So if we accept the data, we can accept it, then it will be going in the memory unit of that total station. ആ ടോട്ടൽ സ്റ്റേഷൻ 700 കിലോമീറ്റർ സ്പീഡിൽ വരെ അതിന്റെ ടെലസ്കോപ്പ് തിരിക്കാൻ പറ്റും, വേഗതയിൽ തിരിക്കാൻ പറ്റും. ആ സ്പീഡിൽ തന്നെ അതിലൊരു പോയിന്റ് എടുക്കാനും പറ്റും. റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ ആ കൺസെപ്റ്റ് വന്നു. റോബോട്ടിക് ടോട്ടൽ സ്റ്റേഷൻ എന്നുള്ള കൺസെപ്റ്റ് വന്നപ്പോഴത്തേക്കും GPS-ന്റെ എവല്യൂഷൻ വന്നു തുടങ്ങി. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അമേരിക്കയുടെ മിലിറ്ററിക്ക് വേണ്ടി അവരുടെ മിലിറ്ററിയുടെ ആൾക്കാര് ലോകത്ത് ഏത് കോണിലാണോ ഭൂമിയിൽ നിൽക്കുന്നത് ആ ഭൂമിയിലെ പോയിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അവരൊരു സിസ്റ്റം ഡിസൈൻ ചെയ്തു. സാറ്റലൈറ്റിന്റെ ഉപഗ്രഹത്തിന്റെ സഹായത്തോടു കൂടി ഭൂമിയിലെ പോയിന്റുകൾ വളരെ വ്യക്തമായി വളരെ ഫാസ്റ്റായിട്ട് നിർവചിക്കാൻ കഴിയണം, ഡിഫൈൻ ചെയ്യാൻ കഴിയണം. ആ ടെക്നോളജി അവർ ലോകത്ത് സംഭാവന ചെയ്തു. ആ ടെക്നോളജി സിവിൽ യൂസേഴ്സിന് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഇന്ന് സർവേയേഴ്സ് എല്ലാം GPS കൊണ്ട് സർവേ ചെയ്യുന്നു. GPS കൊണ്ട് സർവേ ചെയ്യുമ്പോൾ ഒരു സർവേയർ മാത്രം മതിയാവും. അയാളുടെ കയ്യിൽ ഒരു GPS വെക്കാം. അപ്പൊ അയാൾക്ക് വളരെ വേഗത്തിൽ ടോട്ടൽ സ്റ്റേഷനെ പോലെ സെറ്റിംഗ്സ് ഒന്നുമില്ല. ഒരു സ്ഥലത്ത് ഇത് വെക്കുന്നു, അയാൾ സ്വിച്ച് അമർത്തുന്നു, ഈസ് ഗെറ്റിംഗ് ഹിസ് പോയിന്റ്സ് ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി കാർട്ടോഗ്രാഫിക് സെക്ഷൻ. അയാളുടെ ഓഫീസ് എവിടെയാണോ ആ ഓഫീസിലേക്ക് ആ പോയിന്റ്സ് കംപ്ലീറ്റ് എൻറ്റയർ പോയിന്റ്സ് കംപ്ലീറ്റ് GSM മോഡ്യൂളിന്റെ അല്ലെങ്കിൽ CDMA മോഡ്യൂളിന്റെ നിങ്ങളുടെ മൊബൈൽ ടെക്നോളജി ആ മൊബൈൽ ടെക്നോളജിയിലൂടെ ആ പോയിന്റ് കംപ്ലീറ്റ് അവരുടെ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഓഫീസിൽ അത് വർക്ക് ചെയ്യുന്ന മാപ്പ് ഉണ്ടാക്കുന്ന കാർട്ടോഗ്രാഫർക്ക്
എവിടെയാണ് ഒരു പോയിന്റ് മിസ് ചെയ്ത് പോകുന്നത്, എവിടെയാണ് ഒരു പോയിന്റ് ഇല്ലാതെ വരുന്നത് എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അയാൾക്ക് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നു. അയാളുമായി തിരിച്ച് ഫീൽഡിലുള്ള സർവേയർക്ക് പറഞ്ഞു കൊടുക്കുന്നു, നീ ഇന്ന സ്ഥലത്തൊരു പോയിന്റ് മിസ് ചെയ്തു, അവിടെ എടുക്കുക. ഈ ഓഫീസും സർവേയറും തമ്മിൽ ചിലപ്പോൾ 700 കിലോമീറ്റർ ആയിരിക്കും വ്യത്യാസം. സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? ടാറ്റ ടീ എസ്റ്റേറ്റിലെ ഒരു സർവേ നടത്തി. മദ്രാസിലുള്ള ഒരു പ്രൈവറ്റ് ഫേമാണ് സർവേ നടത്തിയത്. ടോട്ടൽ സ്റ്റേഷൻ വെച്ച് അവർ സർവേ ചെയ്യും. സർവേ ചെയ്തിട്ട് വൈകുന്നേരം ആവുമ്പോൾ അവർ സർവേ ചെയ്യുന്ന സമയത്തും വൈകുന്നേരം ആവുമ്പോൾ സർവേ ക്ലോസ് ചെയ്യുന്ന സമയത്തും the entire point will be transmitted to Chennai. ചെന്നൈയിൽ ഇരിക്കുന്ന ആൾ ആ സമയത്ത് മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോൾ മാപ്പിംഗ് ഇൻ റിയൽ ടൈം. ഡാറ്റ അക്വിസിഷൻ നടക്കുന്ന സമയത്ത് തന്നെ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആവുമ്പോൾ ഈ സർവേ ചെയ്ത ഭൂമി മുഴുവൻ അവിടെ ഇരിക്കുന്ന കാർട്ടോഗ്രാഫർ കാണാൻ പറ്റും. അയാൾ പറയാം, ഇന്ന് സർവേ ചെയ്തതിന് ഇന്ന സ്ഥലം അപാകതയുണ്ട്. അത് സർവേ ചെയ്തുകൊണ്ടിരിക്കുന്ന